ഹൈബിയിട ഞഞ്ഞാ വിഞ്ഞാ പറയരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നും 4 വോട്ടിന് വേണ്ടി വഖഫിനെ അനുകൂലിച്ചുകൊണ്ട് ജനങ്ങളെ ഒരുമാതിരി വിഡ്ഢികളാക്കാം എന്നാണ് ഹൈബി ഈഡന്റെ ചിന്തയെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളല്ല ഹേ, അവർക്ക് ബുദ്ധി ഉദിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് മുനമ്പത്തുകാർക്ക് നിങ്ങൾ അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബി ജെ പിയുടെ ലക്ഷ്യം, ബി ജെ പി മുനമ്പത്തെ കാണുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഞാൻ അങ്ങനെയല്ല കാണുന്നത്. പിന്നെ എങ്ങനെയാണാവോ കാണുന്നത്? ഇതുവരെ മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചത്? നിങ്ങളെ കാണാനായി ജനങ്ങളെല്ലാം കൂടെ നിങ്ങളെ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങൾ മുങ്ങി, ഡൽഹിക്ക് പോകണമെന്നും പറഞ്ഞ് മുങ്ങി. അവസാനം നിവർത്തിയില്ലാതെയാണ് നിങ്ങളുടെ വീട്ടിന് മുന്നിൽ മുനമ്പത്തുകാർ പോസ്റ്റ് ഒട്ടിച്ചത്. ഇനി വോട്ട് ചോദിച്ച് അങ്ങോട്ട് പോകരുത്, കാരണം അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാത്ത അവസ്ഥയിലാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും മുനമ്പം ബി ജെ പി രാഷ്ട്രീയമായി തന്നെ മുതലെടുപ്പിന് ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ബി ജെ പിയെ കൊണ്ടത് സാധിച്ചില്ലേ? ബി ജെ പി അത് ലോക്സഭയിൽ 8 മണിക്കൂറോളം നീണ്ട ചർച്ച നടത്തിയില്ലേ? അതിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ബി ജെ പി അത് രാഷ്ട്രീയമായുധമാക്കുന്നത്? രാഷ്ട്രീയമായുധമാക്കിയാലും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ബി ജെ പിക്ക് ജയ് വിളിക്കുകയാണ്, മോദിക്ക് ജയ് വിളിക്കുകയാണ്. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾ അടക്കമാണ് മോദിക്ക് ജയ് വിളിക്കുന്നത്. മധ്യപ്രദേശിലെ മുസ്ലിം സ്ത്രീകൾ അടക്കം മോദിജിക്ക് നന്ദി പറയുന്നു എന്ന് പറയാം. ആ വീഡിയോ ഞഞ്ഞാവിഞ്ഞ അടിക്കുന്ന ഹൈബി ഈഡന് വേണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. കണ്ടല്ലോ. അപ്പോ അത്രമാത്രം ഈ ബില്ലിനെ എതിർക്കുന്ന, ഈ വഖഫ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട ഞങ്ങൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാടത്വവും ഒരു ദുർഭൂതവും ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായി പറയുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. അപ്പോഴാണ് ഹൈബി ഈഡൻ എം പി പറയുന്നത്, അച്ഛൻ്റെ തണലിൽ വളർന്ന് വലുതായി ജനങ്ങൾ അത് പറഞ്ഞ് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരുന്നപ്പം എം പി വിചാരിച്ചു എല്ലാ തവണയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം വഖഫ് വേണം, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണെന്ന് 4 വോട്ടിന് വേണ്ടിയിട്ട് ഈ നാറിയ പരിപാടി കാണിച്ച ജനങ്ങളൊപ്പം നിൽക്കില്ല. എന്തായാലും ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് ബില്ലിൽ രാത്രി വൈകിയും ലോക്സഭയിൽ ചർച്ച തുടർന്നിരുന്നു. ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഹൈബി ഈഡൻ എം പിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തമ്മിൽ വമ്പ വാക്കുതർക്കമാണ് ഏർപ്പെട്ടത്. മുൻപ് വിഷയത്തിൽ ഹൈബിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിൽ അല്പ വൈകാരികമായാണ് ഹൈബി ലോക്സഭയിൽ പ്രസംഗിച്ചത്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമമെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. വഖഫ് ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കവെയായിരുന്നു ഹൈബി ഈഡന്റെ ഈ പ്രതികരണം. മുനമ്പം ബി ജെ പിക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണത്രേ, എന്നാൽ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും താനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണെന്നും അവരിൽ ഒരാളാണെന്നും ഹൈബി പറഞ്ഞു. ഓക്കെ, ഹൈബി ഈഡൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു. എന്നിട്ട് ആ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന നിങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത്? നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ പോയിരുന്നു? അവരെ കാണാൻ നിങ്ങളൊന്ന് ശ്രമിച്ചിരുന്നോ? അവർ നിങ്ങളെ കാണാൻ വന്നപ്പോൾ ഡൽഹിയിലേക്ക് മുങ്ങിയില്ലേ? 4 വോട്ടിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ട നാടകം മുനമ്പത്തുകാർ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഇനി ജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഹൈബി ഈഡൻ. കാരണം മുനമ്പത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് വല്ലവനും കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതിന് രാഷ്ട്രീയമല്ല അവർ ചോദിച്ചത്, നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ അവരോടൊപ്പം നിൽക്കുന്ന നിങ്ങളെന്ന് പറയുന്ന എം പിയെയുമാണ് അവർ ആഗ്രഹിച്ചത്. ഒരു മനുഷ്യത്വമാണ് നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചത്. അത് നിങ്ങളിൽ നിന്ന് കിട്ടില്ല എന്നവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കണം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് ബി ജെ പിയുടെ ശ്രമം. മണിപ്പൂർ കത്തിയപ്പോൾ CBCI പറഞ്ഞത് സർക്കാർ എന്തുകൊണ്ട് കേട്ടില്ല? ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഇല്ലാതാക്കിയ സർക്കാരാണ് ഇതെന്നും ഹൈബി ഈഡൻ പറയുന്നത്. അതേസമയം ഹൈബി ഈഡനെ ജോർജ് കുര്യൻ നല്ല ഒന്നാന്തരം മറുപടി എത്തി. കോൺഗ്രസുകാർ 2014 ഇടുക്കി ബിഷപ്പ് ഹൗസ് ആക്രമിച്ച കേസ് പരാമർശിച്ചായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം. 2021 പാലാ ബിഷപ്പ് ഹൗസ് PFI ആക്രമിച്ചു. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിഷപ്പിനെതിരെ കേസെടുക്കാനാണ്. നരേന്ദ്രമോദി മാത്രമേ മുനമ്പത്തുകാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറഞ്ഞു.
കേരളത്തിലെ ബിഷപ്പുമാർ മോദിയെ കാണാൻ എത്തുകയാണ്. നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കൂ എന്നാണ് ജോർജ് കുര്യന്റെ പരിഹാസം. അതേസമയം ജോർജ് കുര്യൻ ഇടപെട്ട് സംസാരിച്ചതിനെ KC വേണുഗോപാൽ വിമർശിച്ചു. എന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സംസാരിച്ചതെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. മന്ത്രി എന്ന നിലയിൽ ജോർജ് കുര്യന് സംസാരിക്കാമെന്നായിരുന്നു ചെയറിന്റെ മറുപടി. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് UDF എംപിമാർ ഹൈബി ഈഡന്റെ ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയിരുന്നു. കൊച്ചി കലൂരിൽ നിന്ന് ഹൈബി ഈഡന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഇടുക്കിയിൽ ചെറുതോണിയിലുള്ള ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വഖഫ് അധിനിവേശത്തെ തുടർന്ന് കിടപ്പാടം നഷ്ടമാകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരളത്തിൽ നിന്നുള്ള UDF LDF എംപിമാർ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നത് മുനമ്പം ജനതയോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നാണ് BJP ദേശീയ കൗൺസിൽ അംഗം ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്തായാലും മുനമ്പവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. കാരണം മുനമ്പത്തുകാർക്ക് ഒരു സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. അവർ സന്തോഷത്തിനപ്പുറം നഷ്ടപ്പെട്ടു പോയി അവരുടെ ഭൂമി അവർക്ക് തിരിച്ചു കിട്ടണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭൂമി തിരിച്ചു കിട്ടാനായി അവർ ആരാണോ അവരെ സഹായിക്കാൻ എത്തുന്നത് അവരോടൊപ്പം നിൽക്കാനാണ് അവർ ശ്രമിക്കുന്നതും തയ്യാറാകുന്നതും. പല വിമർശനങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാളയം പള്ളി ഇമാം പറഞ്ഞത് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഇവിടെ മതസ്വാതന്ത്ര്യമൊന്നുമില്ല. ആരുടെയെങ്കിലും ഭൂമി കണ്ടുവച്ചിട്ട് രാവിലെ ഒരു ബോർഡ് അടിക്കുന്നു, ഇത് വഖഫ് ഭൂമിയാണ്. അങ്ങനെ പറയുന്നിടത്താണ് ഇവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നിങ്ങൾക്ക് ആരാണ് വല്ലവന്റെ സ്വത്ത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ അധികാരം തന്നത്? ഇതിന് പ്രത്യേക ട്രൈബ്യൂണൽ ഇല്ല, ഇത് വാദിക്കാൻ ആളില്ല. എല്ലാ മുസ്ലിങ്ങളാണ് അതിന്റെ ആ ബോർഡിനുള്ളിലുള്ളത്. അവർ പറഞ്ഞാൽ അത് തന്നെയാണ് തീർപ്പ്. ആരുടെ വേണമെങ്കിലും നാളെ ഇപ്പോൾ ചെങ്കോട്ട വേണമെങ്കിലോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഹൗസ് വേണമെങ്കിലോ പാർലമെന്റ് വേണമെങ്കിലോ നിയമസഭാ മന്ദിരം വേണമെങ്കിലോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ശബരിമലയോ അങ്ങനെ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും ഇവർക്ക് വഖഫ് എന്ന് പറഞ്ഞ് ഇവർക്ക് കയ്യിൽ പിടിയിൽ ഒതുക്കാം. അതിലൂടെ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ ഇവർക്ക് ശ്രമം നടത്താം. അതിനുവേണ്ടിയാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിനെ ഇവരൊക്കെ എതിർക്കുന്നത്. പിന്നെ 4 വോട്ട് ആ സ്വാഭാവികമാണ്. മുസ്ലിം ലീഗിനെ പ്രീണിപ്പെടുത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി അവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ വോട്ടിന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചെയ്യാൻ ഇവിടെ മനുഷ്യത്വമില്ലായ്മ കാണിക്കാനും ഒക്കെ ഇവിടെ ഉള്ളവർക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ ഹൈബി ഈഡൻ എംപിയിലൂടെ ഹൈബി ഈഡൻ എംപി മുനമ്പത്തുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു? മുനമ്പത്തെ ഞാൻ രാഷ്ട്രീയമായല്ല കാണുന്നത്, ഞാനും ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ 200 ദിവസത്തിലേറെ അല്ലെങ്കിൽ 300 ദിവസത്തിലേറെ അവരുടെ സമരം, പോട്ടെ 100 ദിവസത്തിലേറെ അവരുടെ സമരം, ആ സമരത്തിൽ എന്ത് ഐക്യദാർഢ്യമാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്? മുനമ്പത്തുകാരുടെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചെടുത്ത് കൊടുക്കാമെന്നുള്ള എന്തെങ്കിലും ഒരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്കൊപ്പം നിന്നുകൊണ്ട് പറയാൻ നിങ്ങൾക്ക് സാധിച്ചോ? എന്നിട്ട് ലോക്സഭയിൽ കിടന്ന് ഞഞ്ഞാപിഞ്ഞ പറഞ്ഞാൽ അവിടെ ഉള്ളവർ കേട്ടുകൊണ്ടിരിക്കില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബിഷപ്പ് ഹൗസ് ആക്രമിച്ചപ്പോഴും പറഞ്ഞത് എന്താണ്? PFI ആക്രമിച്ചാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ കേരളം. അന്നത്തെ നേതാവാണ് ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈബി ഈഡൻ ഇനി ജയിക്കില്ല എന്നുള്ള കാര്യം മുനമ്പത്തുകാർ തീരുമാനിച്ചു കഴിഞ്ഞു.